നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു റൂട്ടിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം സംഘി. അപ്പൊ ഇവൻ നടത്തിയ പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലെ. ഇവനെതിരെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ രംഗത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇവൻ ഒരു കടുത്ത മാനസിക രോഗിയാണ്, 5-6 വർഷമായിട്ട് തിരുവനന്തപുരം ഊളംപാറയിൽ ചികിത്സയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇപ്പോൾ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോ ആദ്യം ഇറങ്ങിയ സമയത്ത് ഇവിടുത്തെ സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ സംഘി ഓളികൾ ഇതിനെ എടുത്തിട്ട് അങ്ങ് കീറി അങ്ങ് ഒട്ടിച്ചു. കാരണം ഇവന്റെ ആ ഒരു ലാംഗ്വേജ് അതൊരു മുസ്ലിം ലാംഗ്വേജ് ആണ്, പിന്നെ പോരാത്തിന് മലപ്പുറംകാരനാണ് എന്ന് കരുതി താടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം വിചാരിച്ചു ഇവനൊരു മുസ്ലിം തീവ്രവാദിയാണ്, ഇവനൊരു സുഡാപ്പിയാണ് ഇത് വിചാരിച്ചുകൊണ്ട് ഇവന്മാർ ഈ വീഡിയോ ചെയ്തു. ആ വീഡിയോകളുടെ താഴെ വരുന്ന ഓരോ കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വിദ്വേഷമാണ് ഇവന്മാർ ഈ നാട്ടിൽ പരത്തുന്നത്. അതായത് ഇവനൊരു മുസ്ലിമാണ്, അതുകൊണ്ടാണ് ഇവൻ നരേന്ദ്രമോദിയെ വധിക്കുമെന്നുള്ള ഭീഷണി, അതും വെള്ളിയാഴ്ച ദിവസം കഴുത്തറുത്ത് കൊല്ലുമെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവൻ ഒന്നാന്തരം മാനസിക രോഗിയാണ്. ഇവൻ 8-9 വർഷമായിട്ടൊക്കെ ചികിത്സയിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ മാനസിക രോഗിയാണെന്നുണ്ടെങ്കിലും ഇവൻ ഈ വെള്ളിയാഴ്ച ദിവസം കഴുത്തറുത്ത് കൊല്ലുമെന്നും നരേന്ദ്രമോദി മറ്റതാണ് മറിച്ചതാണൊക്കെ പറയാനായിട്ടുള്ള ബോധം ഇവന്റെ തലയ്ക്കുണ്ടല്ലോ അല്ലെ. അപ്പൊ അന്നേരം അവനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇവനെ വെള്ളപൂശിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം, ഇതിനകത്ത് നിങ്ങൾ വേറൊരു രീതിയിൽ ചിത്രീകരിക്കേണ്ട. ഇപ്പൊ ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്നവൻ അവനൊരു മുസ്ലിം നാമധാരിയാണ് എന്ന് വെക്കുക, അവനൊരു മാനസിക രോഗിയാണെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന് ഇതുപോലെ വെറുതെ വിടുവോ? ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ളവൻ ഇവിടുത്തെ BJPയെ എതിർക്കുന്നവൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവൻ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ഞാൻ പണ്ട് മാനസിക രോഗത്തിന് ചികിത്സ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാരാരെങ്കിലും വെറുതെ വിടും? ഒരുത്തരും വെറുതെ വിടത്തില്ല. അപ്പം എൻ്റെ ഒരു മിത്രമുണ്ട് കേട്ടോ, പാവം പിടിച്ചവനാണ് ഇവൻ. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോ, അതായത് ഇവനാണ് എനിക്ക് ഈ വീഡിയോ ആദ്യം ഇട്ട് തരുന്നത്. നീ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിട്ട് എനിക്ക് ഇവനാണ് ഇട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്റെ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവന്റെ വീട്ടിലെ സംസ്കാരം എന്താണോ അതാണ് ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവൻ കുഞ്ഞുനാൾ മുതൽ ഈ ശാഖയിൽ പോയി പഠിച്ചത് എന്താണോ അതാണ് ഇവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ എനിക്കൊരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. കാരണം ഈ കിടക്കുന്ന കൊടിച്ചിപ്പട്ടിക്ക് കമന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം ഇവനെക്കാട്ടി സ്റ്റാൻഡേർഡ് ആ ഒരു തെരുവ് പട്ടിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുപോലത്തെ വർത്തമാനമാണ് ഇവന്റെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം നമ്മുടെ ആ മനോരോഗിയെ വെള്ള പൂശുന്ന ഒന്ന് കണ്ടതിന് ശേഷം ഇവൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാം. മാസങ്ങളും വർഷങ്ങളോളായിട്ട് ട്രീറ്റ്മെൻറ്റ് നേടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അറിവിൽ തന്നെ ഏകദേശം 20 വർഷത്തോളമായിട്ട് ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരാളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നൊരു വ്യക്തി കൂടിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു BJP അനുഭാവി കൂടിയാണ്. അത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ന് വെച്ചിട്ട് BJP എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നും ഇന്നലെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ കളിക്കുന്നൊരു സംഭവമാണ്. ഇതിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു കൗൺസിലർ എന്നുള്ളതിൽ നമ്മുടെ ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോസ് പുറത്തേക്ക് പോയി ഇത് ആദ്യം ഒരു മുസ്ലിം നാമധാരിയാണ് ഈ വീഡിയോ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഒരുപാട് പ്രൊഫൈലുകൾ കൊണ്ടാടിയത്. അത് ആ സമയത്ത് തന്നെ നമ്മളിത് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് ആ ഒരു അസുഖമുള്ള ഒരാളാണ്, ഈ അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ മുൻകൂട്ടി ഇവരെ അറിയിച്ചതാണ്. പക്ഷേ ഈ ഞങ്ങൾ നാടിനെ സംബന്ധിച്ച് ഈ വിഷയം എല്ലാവർക്കും അറിയാമെങ്കിലും ഞങ്ങൾ നാട് വിട്ട് മറ്റുള്ള ഭാഗത്തുള്ള ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഈ പലരും പല രീതിയിൽ വിദ്വേഷ കമൻറ്റുകളാണ്. ആ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ തന്നെ കാണാം ഒരു മതത്തെ അടിച്ചാക്ഷേപിച്ചിട്ടുള്ള കമൻസുകളാണ്. സത്യത്തിൽ നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, കൗൺസിലർ എന്നുള്ളത് ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ പ്രാദേശികപരമായ പാർട്ടിക്കാരും പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഈ വീഡിയോ ഇവരെ ഫേസ്ബുക്ക് പേജിലല്ല ഇട്ടിട്ടുള്ളത്. ഇവരെ വീഡിയോ മറ്റൊരു തെക്കൻ കേരളത്തിലുള്ള കൊല്ലം ഭാഗത്തുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ഈ വീഡിയോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് പരിശോധിക്കണം. ഇവരെ ഫോണൊക്കെ ഒന്ന് കേരള പോലീസും ബന്ധപ്പെട്ടത് അന്വേഷിച്ചിട്ട് ഈ വീഡിയോസ് അവർ വാട്സപ്പിൽ ഷെയർ ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊടുത്തതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീട് ചൂഷകരുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് ഇത് ബാധിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അതെ, മാനസികപരമായ വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. മുൻപ് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇവിടെ ഒരു കടയിലൊക്കെ ജോലിക്ക് അവർ സ്വന്തം കടയിൽ തന്നെ ജോലി. അപ്പൊ കേട്ടല്ലോ നമ്മുടെ സംഘിമിത്രമേ, നീ എന്നോട് ചോദിച്ചു ഇവൻ BJPക്കാരനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന്. ആ നാട്ടിലുള്ള കൗൺസിലറും വേണ്ടപ്പെട്ട ആൾക്കാരുമാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ ഒരു ഒന്നാന്തരം BJP അനുഭാവിയാണ്, ആ കുടുംബം മൊത്തത്തിൽ BJP ആണെന്നുള്ളത്. ഇനി നമുക്ക് ലവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. അവൻ എനിക്ക് തരുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കിയുള്ളൂ. ഹലോ, നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രിയെ തലവെട്ടി കൊന്നുകളി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദിക്കെതിരെ. അപ്പോൾ ആ ഒരു തീവ്രവാദിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അവനിട്ട ഒരു വീഡിയോ
അത് കണ്ടവഴിക്ക് ഞാൻ ചെയ്തു. അവൻ്റെ രാഷ്ട്രീയമോ അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ കൊല്ലമോ ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ചെയ്തത്, മനസ്സിലായി. അപ്പോൾ പിന്നീട് ഇന്നലെ അവൻ്റെ ഐഡിയ മനസ്സിലായി. അവൻ്റെ പേര് മിഥുൻ എന്നാണ്, ഹിന്ദുവാണ്. അപ്പോൾ ഞാനും എനിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവനെ മറ്റൊരു മതത്തെയോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ കൂട്ടിക്കിട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ അവനെ മാത്രം ഫോക്കസ് ചെയ്ത വീഡിയോ ചെയ്തത്. അതായത് അവനെ പൊക്കുന്നത് വരെ ഷെയർ ചെയ്യുക. പിന്നെ അതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായി മറ്റേ രമേശ് ചെന്നിത്തല സാറിനെതിരെ ഒരു കമൻറ്റ് ഇട്ടെൻ്റെ പുറത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ ചെയ്തവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഞാൻ ചോദിച്ച രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ കേരളത്തിലെ BJP നേതൃത്വത്തിനോടാണ്. അതായത് എൻ്റെ പ്രസ്ഥാനത്തോടെ ഞാൻ ചോദിച്ചത്, അതായത് ഇവനക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത്, പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പണിക്കോളാൻ പറ്റും. ഈ രണ്ട് കാര്യമല്ലാതെ അതിൽ വേറൊന്നുമില്ല. അതായത് ഞാനിവനെ മറ്റൊരു മതത്തിനെ കൂട്ടിക്കെട്ടിച്ചില്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടിക്കെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് ഒരു പന്നക്കടയാടിമാൻ, ഈ ഒരു വെനിസ് TV എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവൻ ഇത് വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ പച്ചരി വാങ്ങുന്നുണ്ട്, മനസ്സിലായി. നീ വാങ്ങി നക്കിക്കോ മോനെ, എനിക്ക് നന്ദി ഉണ്ടായാൽ മതി, മനസ്സിലായി. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പോൾ പറയുന്നത് ഈ പിടികൂടിയിട്ടുള്ളവൻ ഈ മിഥുൻ എന്ന് പറയുന്നവൻ ഒരു സംഖ്യയാണ്. അപ്പോൾ ഈ ഒരു സംഖ്യയെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യടാ മിത്രമേ, രജു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ എന്നെ വിളിക്കാനൊരു പേരുണ്ട്, രജു എന്നൊരു പേരുണ്ട്, എൻ്റെ മാതാപിതാക്കളിൽ കിട്ടുന്നുണ്ട്. നിന്നെ വിളിക്കാനൊരു പേര് പോലും ഇല്ലല്ലോടാ സുഡാപ്പേ. നിന്നെ സുഡാപ്പിന്ന് വിളിച്ചാൽ മതിയോ? നീ ഒരു പക്ക സുഡാപ്പിയാണ്, നീ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്യുന്ന വീഡിയോസ് കംപ്ലീറ്റ് ഈ സംഖ്യകൾക്കെതിരെ അല്ലെങ്കിൽ സംഖ്യകൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഈ സംഖ്യകളുടെ പേരിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോസിലാണ്. അത് കണ്ടറിയാം, മനസ്സിലായോ? നീ വായ തുറക്കുന്നത് ഭക്ഷിക്കാനും മറ്റൊന്ന് സംഖ്യ എന്ന് പറഞ്ഞ് കരഞ്ഞു വീഴാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ നിനക്കൊരു പേരില്ല, നീ ആണും പെണ്ണും കെട്ടവനായതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു പേരില്ല വിളിക്കാൻ, മനസ്സിലായി. അപ്പോൾ നീ പറയുന്ന കൂടെ ഈ പറയുന്ന മിഥുൻ സംഖ്യയാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്നുമോനെ, ഇവൻ സംഖ്യയാണെന്ന് നീ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പറയുന്നത്? ആരും ഹിന്ദു പേര് കണ്ടുകൊണ്ടാ നീയൊക്കെ പറയാറില്ല, ഹിന്ദു വേറെ സംഖ്യ വേറെ എന്ന്. ഹിന്ദുക്കളൊന്നും ചെയ്യില്ല, സംഖ്യകളാണ് ഇമാതിരി ചട്ടത്തരം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇമാതിരി ചട്ടത്തരം സംഖ്യകൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ശരാശരി സംഖ്യയ്ക്ക് നരേന്ദ്രമോദിയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള വാക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് വേണ്ട ഇമാതിരിയുള്ള ഈ കൊലവിളി പ്രസംഗം നടത്താൻ. ഇവൻ ഈ പറയുന്ന മിഥുൻ നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടല്ലോ, മൂപ്പരെ വരെ തലവെട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് കണ്ടോ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തലവെട്ടാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റുണ്ട്. അപ്പോൾ ഇവനൊരു സംഘീയ വിരോധിയാണ്. അതായത് സംഖ്യയല്ല, സംഘീയ വിരോധി, സംഘവിരോധി, മോദി വിരോധി കൂടിയിട്ടാണ്, മനസ്സിലായ. ഒരു സംഖ്യകൾക്കും ഇതുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാര്യം സംഖ്യയുടെ മേലിൽ കൊടുത്ത് കേട്ടേണ്ട ആവശ്യമില്ല, കേട്ടാ. അപ്പൊ സംഖ്യയാണ് എന്ന് തെളിയിക്കുന്നതിന്റെ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. ആ വാർഡിലെ കൗൺസിലറും അവിടുത്തെ പ്രവർത്തകരും ഒക്കെ തന്നെയാണ് പറയുന്നത് ഇവനൊരു ഒന്നാം തരം BJP അനുഭാവി കുടുംബത്തിലുള്ളയാണ്. അപ്പം പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇവൻ മാനസിക രോഗിയാണ്. അപ്പം മാനസിക രോഗി ആയതുകൊണ്ട് ഇവൻ ഇത്ര കൃത്യമായിട്ട് വെള്ളിയാഴ്ച തന്നെ നരേന്ദ്രമോദിജിയുടെ കഴുത്തറക്കും എന്നൊക്കെ പറഞ്ഞത് അവൻ സ്വയബോധം നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പം സ്വയബോധം നഷ്ടപ്പെട്ട ഇവനെ പോലുള്ള ചില മരവാണ സംഖ്യകളുണ്ട്. അപ്പം ഇവനിക്കൊന്നും മറുപടി കൊടുക്കാൻ സത്യത്തിൽ ഞാൻ ആളല്ല. പക്ഷെ ഇത് ഇങ്ങനൊരു സംഭവം ഇവൻ എൻ്റെ കയ്യിൽ കൊണ്ട് ഇട്ട് തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊരു മറുപടി കൊടുക്കുന്നത്. എന്താണേലും എൻ്റെ മിത്രമേ, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിന്റെ ഭാഷയും നിന്റെ രീതിയിലും സംസാരിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, എന്നെ പഠിപ്പിച്ചത് അതല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനത് പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നീ അടക്കം നിന്റെ കമൻറ്റ് ബോക്സിൽ പോയി ഒന്ന് നോക്കണം, അതിനകത്ത് നിന്നെ തെറി വിളിക്കുന്നത് ആരാണ് എന്നുള്ളത്. അപ്പം നിനക്ക് മനസ്സിലാകും നീ പറയുന്നതെല്ലാം തികഞ്ഞ മതേതരത്വമാണ് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ സുഡാപ്പിയാണ്, എന്നെ തീവ്രവാദിയായിട്ടൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കറിയാം ഞാൻ ആരാണെന്നും. എൻ്റെ സുഹൃത്തുക്കൾ, എനിക്കുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ, അവർക്ക് എന്നെ കൃത്യമായിട്ടറിയാം ഞാൻ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. പേരിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഇട്ട നല്ലൊരു പേരുണ്ട്. അത് നിന്നെപ്പോലുള്ള വേട്ടാവളിയുടെ അടുത്ത് വന്നിട്ട് പറയേണ്ട കാര്യവും എനിക്കില്ല. അപ്പം മോനെ സുലാൻ കേട്ടാ, അടുത്തൊരു വീഡിയോ കാണാം.